അമേരിക്കൻ ഗവൺമെൻറ് ഈ അടുത്ത കാലത്ത് 15 വൈദ്യശാസ്ത്ര വിദഗ്ധന്മാരുടെ നേതൃത്വത്തിൽ കമ്പാരിറ്റീവ് എഫക്റ്റീവ്നെസ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന പേരിൽ ഒരു പഠനത്തിന് രൂപം നൽകിയിരിക്കുകയാണ്. $1.1 ബില്യൺ ചിലവ് വരുന്ന ഒരു പഠനമാണിത്. അനേക രോഗങ്ങൾക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഫലപ്രദമായ ചികിത്സ ഏതെന്ന് നിർദ്ദേശിക്കുവാനാണ് ഈ വിദഗ്ധ സമിതിയോട് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും രോഗത്തിന് പറ്റിയ ചികിത്സ എന്തെന്ന് നിങ്ങളുടെ ഡോക്ടർക്ക് അറിഞ്ഞുകൂടെ, പിന്നെന്തിനീ പഠനം എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ 40% രോഗങ്ങൾക്ക് മാത്രമേ ഇന്നതായിരിക്കണം അതിൻ്റെ ചികിത്സയെന്ന് പൂർണ്ണമായി ഡെഫിനറ്റായിട്ട് നിശ്ചയിച്ച് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളൂ. ബാക്കി 60% രോഗങ്ങൾക്കും പലതരത്തിലുള്ള ചികിത്സകൾ ഒരേ തരം രോഗികൾക്ക് നൽകുന്നു. ഇവയിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ചികിത്സ എന്ന കാര്യത്തിൽ നിങ്ങളുടെ ഡോക്ടർ തന്നെ പലപ്പോഴും നിങ്ങളെപ്പോലെ ഇരുട്ടിലായിരിക്കും. പ്രായം, രോഗി പുരുഷനോ സ്ത്രീയോ എന്നത്, രോഗത്തിൻ്റെ സ്റ്റേജ്, കാഠിന്യം തുടങ്ങിയവയെല്ലാം കണക്കിലെടുത്താൽ പോലും ഒരേതരം രോഗമുള്ള ഒരേതരം രോഗികൾക്ക് പലതരം ചികിത്സകൾ നൽകപ്പെടുന്നു. ഈ വിദഗ്ധ സംഘത്തോട് അഭിപ്രായം ചോദിച്ചിട്ടുള്ള കുറച്ച് രോഗങ്ങളുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ മതിയാകും നമുക്കിത് മനസ്സിലാക്കാൻ. ഉദാഹരണമായി ഡിപ്രഷൻ. ഒരേ പ്രായമുള്ളവർക്ക്, ഒരേ രോഗകാഠിന്യമുള്ളവർക്ക് ഡിപ്രഷൻ രോഗികൾക്ക് ഏറ്റവും പറ്റിയ മരുന്ന് ഏതാണ്? മരുന്ന് കൊണ്ടുള്ള ചികിത്സയാണോ അതോ കോഗ്നിറ്റീവ് സൈക്കോതെറപ്പിയാണോ? ഇത് രണ്ടും ചേർന്നതാണോ ഏറ്റവും കൂടുതൽ ഫലപ്രദം? മറ്റൊന്ന് ഏർലി സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ചികിത്സയാണ്. ഇന്ന് ഏർലി സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ക്യാൻസറുള്ള ഭാഗം മാത്രം മുറിച്ചു കളയുന്ന ലംപെക്ടമിയും തുടർന്ന് 4-6 ആഴ്ചത്തേക്കുള്ള റേഡിയേഷൻ തെറപ്പിയുമാണ്. എങ്കിലും അമേരിക്കയിൽ ഏർലി സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസർ രോഗികളിൽ 30% ആളുകൾക്ക് മാത്രമേ ഈ ചികിത്സ നൽകപ്പെടുന്നുള്ളൂ. മറ്റുള്ളവർക്ക് മുഴുവൻ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്ന പലതരത്തിലുള്ള റാഡിക്കൽ സർജറി, കീമോതെറപ്പി, റേഡിയേഷൻ, അതിൻ്റെ പലതരം കോമ്പിനേഷന് തുടങ്ങിയ ചികിത്സകളാണ് നൽകാറുള്ളത്. ബ്രസ്റ്റ് ക്യാൻസറിന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഫലപ്രദവും അപകടം കുറഞ്ഞതുമായ ചികിത്സ ഏതെന്ന് ഉപദേശിക്കുവാനാണ് ഈ സമിതിയോട് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രോണിക് സ്റ്റേബിൾ ആൻജൈന മറ്റൊരു രോഗമാണ് ചോദിച്ചിരിക്കുന്നത്. ഹൃദയഭിത്തികളിലേക്ക് കൊറോണറി രക്തധമനികളിലൂടെയുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നെഞ്ചുവേദനയാണിത്. ഏത് കൊറോണറി രക്തധമനിയെയാണ് രോഗം ബാധിച്ചിരിക്കുന്നത്, വേദനയുടെ കാഠിന്യമെന്ത്, രോഗിയുടെ പ്രായമെന്ത്, രോഗിക്ക് ഡയബറ്റീസോ അതുപോലെയുള്ള മറ്റ് രോഗങ്ങളുണ്ടോ, ഇവയെല്ലാം അനുസരിച്ച് ചികിത്സയ്ക്ക് വ്യത്യാസമുണ്ടാകാം. എങ്കിലും ഒരേ തരത്തിലുള്ള രോഗികൾക്ക് പലയിടത്തും വ്യത്യസ്തമായ ചികിത്സ ലഭിക്കുന്നു. ഒരാൾക്ക് മെട്രൽ സ്റ്റെൻറ്റ് ഉപയോഗിച്ച് കൊറോണറി ആർട്ടറി തുറന്നു വെക്കുമ്പോൾ മറ്റൊരാൾക്ക് ബൈപ്പാസ് സർജറിക്കായിട്ട് പോകുന്നു. ഇവയിൽ ഏതാണ് ഏറ്റവും ഫലപ്രദം, അപകടം കുറഞ്ഞിരിക്കുന്നത് എന്നീ വിദഗ്ധ സമിതിയോട് ഗവൺമെൻറ് ചോദിച്ചിരിക്കുന്നു. മറ്റൊരു ഉദാഹരണം, നട്ടലിലെ കശേരുകൾക്കിടയിലുള്ള ഡിസ്ക് ഡീജനറേറ്റ് ചെയ്ത് റപ്ചർ ചെയ്യുമ്പോഴുണ്ടാകുന്ന ക്രോണിക് ബാക്ക് പെയിൻ, തുടർച്ചയായ നടുവേദന. ഇതിന് വേദനയ്ക്കുള്ള മരുന്നുകൾ നൽകാറുണ്ട്, ജോയിൻ്റ് ഇഞ്ചക്ഷൻ നൽകാറുണ്ട്, ഫിസിക്കൽ തെറപ്പി നൽകാറുണ്ട്, പലതരം ശസ്ത്രക്രിയകളും പ്രയോഗിക്കാറുണ്ട്. ഇവയിൽ ഏറ്റവും ഉത്തമവും പ്രയോജനകരവും ഏതെന്ന് നിർദ്ദേശിക്കുവാൻ ഈ വിദഗ്ധ സമിതിയോട് ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. ഇതുപോലെ അനേക രോഗചികിത്സകളെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ, ഇതിനെല്ലാം ഉത്തരം ഈ സമിതി നൽകുവാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ രോഗികൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് അല്പം ചിന്തിക്കാം. കുറച്ചു നാൾ മുമ്പ് ചിക്കാഗോയിലെ ഒരു യൂണിവേഴ്സിറ്റി
ചിക്കാഗോയിലും പരിസരങ്ങളിലുമുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ രോഗികൾക്ക് ഏതു തരം ചികിത്സകളാണ് ലഭിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു പഠനം നടത്തി. ചികിത്സ പലപ്പോഴും രോഗി ഏതുതരം മെഡിക്കൽ സ്പെഷ്യലിസ്റ്റിലേക്ക് റെഫർ ചെയ്യപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്ന് കണ്ടു. ഒരു സർജൻ്റെ അരികിലേക്കാണ് ആദ്യം റെഫർ ചെയ്യപ്പെടുന്നതെങ്കിൽ സർജറി ശസ്ത്രക്രിയ ചെയ്യാനാണ് കൂടുതൽ സാധ്യത. ഒരു റേഡിയേഷൻ തെറാപ്പിസ്റ്റിൻ്റെ അരികിലേക്കാണ് റെഫർ ചെയ്യപ്പെടുന്നതെങ്കിൽ റേഡിയേഷനായിരിക്കും മുഖ്യ ചികിത്സ. മറിച്ച് മെഡിക്കൽ ഓങ്കോളജിസ്റ്റിൻ്റെ അരികിലാണ് രോഗി ആദ്യം എത്തുന്നതെങ്കിൽ ചികിത്സയും കുറച്ച് വിഭിന്നമായിരിക്കും. എന്നാൽ 75 വയസ്സ് കഴിഞ്ഞ ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ രോഗി PSA ടെസ്റ്റ് കൊണ്ട് മാത്രം അയാൾക്ക് ക്യാൻസർ ഒന്ന് കണ്ടുപിടിക്കുകയും പ്രോസ്റ്റേറ്റ് ക്യാൻസർ മറ്റെങ്ങും വ്യാപിക്കുകയും ചെയ്യാതിരിക്കുന്നെങ്കിൽ അയാൾ അടുത്ത 10 വർഷങ്ങൾക്കിടയിൽ മറ്റേതെങ്കിലും രോഗങ്ങൾ കൊണ്ട് മരിക്കുവാനാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൊണ്ട് മരിക്കുന്നതിനേക്കാൾ അനേകം മടങ്ങ് സാധ്യതയുള്ളത്. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറുടെ ചികിത്സ മുഖ്യമായും രോഗിയെ നിരീക്ഷിക്കുക എന്നത് മാത്രമായിരിക്കും, അതായിരിക്കും ഉത്തമം. പലപ്പോഴും സാമാന്യ ബുദ്ധിക്ക് ചേരുന്ന ചില കാര്യങ്ങൾ രോഗികൾക്ക് ചെയ്യുവാൻ സാധിക്കും. ഒന്നാമതായി, വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാ മേഖലകളിലും സാമാന്യ പരിജ്ഞാനമുള്ള ഒരു പേഴ്സണൽ ഫിസിഷ്യൻ നിങ്ങൾക്കുണ്ടായിരിക്കുക. ഈ ഡോക്ടറോട് രോഗം സംബന്ധിച്ച എന്തു ചോദ്യം ചോദിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈ ഡോക്ടറോട് നിങ്ങളുടെ രോഗചികിത്സയ്ക്കുള്ള വിവിധ ഓപ്ഷൻസ് എന്തെല്ലാമെന്ന് ചോദിക്കണം. ഓരോ ചികിത്സയ്ക്കുമുള്ള വിജയസാധ്യത എത്ര ശതമാനമെന്ന് ചോദിക്കണം. സുഖം പ്രാപിക്കുവാൻ എത്ര നാൾ എടുക്കും, ചികിത്സയുടെ കോംപ്ലിക്കേഷന്, പാർശ്വഫലങ്ങൾ, ഇവയെല്ലാം വിശദമായി നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ ഒരു ഉപദേശം നൽകിയാൽ ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനമായ സയൻറ്റിഫിക് എവിഡൻസ് എന്നും നിങ്ങൾ ഡോക്ടറോട് ധൈര്യമായി തന്നെ ചോദിക്കണം. അതിനായിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ട്സും എല്ലാം ചോദിക്കാം. കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുവാൻ അറിയാവുന്ന രോഗികൾ അവർ തന്നെ രോഗത്തെപ്പറ്റി ഒരു റിസർച്ച് നടത്തുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കുക, ഇൻ്റർനെറ്റിൽ ഏത് വിഡ്ഢിക്കും എന്തും എഴുതിവിടാം. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശത്തിൻ്റെ വിശ്വാസ്യത അത് നൽകുന്നത് ആര് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഹൃദ്രോഗത്തെപ്പറ്റിയാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനോ അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജിയോ അതുപോലെയുള്ള രാജ്യാന്തര സംഘടനകളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, വായിക്കുക. അല്ലെങ്കിൽ മേയോ ക്ലിനിക്ക്, യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ പോലെയുള്ള വിശ്വവിഖ്യാതങ്ങളായ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾ റിസർച്ച് ചെയ്യുക. നിങ്ങളുടെ ഡോക്ടർ ഫീസ് അടച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രൊഫഷണൽ വെബ്സൈറ്റ്സ് ഉണ്ട്. അവയിൽ നിന്ന് നിങ്ങളുടെ രോഗചികിത്സയെപ്പറ്റിയുള്ള ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള അറിവുകൾ കണ്ടുപിടിച്ച് അത് പ്രിൻ്റ് ചെയ്ത് നിങ്ങൾക്ക് നൽകുവാൻ നിങ്ങളുടെ ഡോക്ടർക്ക് സാധിക്കും. ഏതായാലും US ഗവൺമെൻറ്റിൻ്റെ ഈ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ദി മോസ്റ്റ് എഫക്റ്റീവ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന പഠനത്തെപ്പറ്റി എതിരഭിപ്രായമുള്ളവരും ധാരാളമുണ്ട്. ഓരോ രോഗത്തിനും മോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് ഡോക്ടറും പ്രൊഫഷണൽ സംഘടനകളും തീരുമാനിച്ചാൽ പോരെ. അതന്വേഷിക്കാൻ ഗവൺമെൻറ് എന്തിനു പോകുന്നു? പൂച്ചയ്ക്കെന്തിന് പൊന്നുരുക്കുന്നിടത്ത് കാര്യം. ഈ വിമർശനം മുഖ്യമായും വരുന്നത് മരുന്നുകൾ ഉണ്ടാക്കുന്ന കമ്പനികളിൽ നിന്നും മെഡിക്കൽ ഡിവൈസസ് നിർമ്മിക്കുന്ന കമ്പനികളിൽ നിന്നുമാണ്. ഈ താരതമ്യ പഠനം നടത്തുമ്പോൾ തങ്ങളുടെ മരുന്നുകൾക്കോ തങ്ങളുടെ പ്രോഡക്ട്സുകൾക്കോ താരതമ്യേന ഫലപ്രദമല്ലെന്ന് കണ്ടാൽ വരുമാനം നഷ്ടപ്പെട്ടേക്കുമോ എന്ന ഭയമാണ് ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. ബൈബിളിൽ ദാനിയേൽ ദീർഘദർശിയുടെ പ്രവചനത്തിൽ അത് ഭിത്തിയിൽ പ്രത്യക്ഷപ്പെട്ടത് എഴുതിയിരിക്കുന്നത് ഓർക്കുന്നില്ലേ? മേനെ മേനെ ടേക്കൽ ഉപാർഷീം, ത്രാസിൽ തൂക്കപ്പെട്ടു, കുറവുള്ളതായി കണ്ടു, അതുകൊണ്ട് ഛേദിച്ച് കളയപ്പെടുമെന്ന്. നെബൂഖദ്നേസർ രാജാവിനെ പറ്റിയാണ് ഛേദിച്ച് കളയപ്പെടുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും ചികിത്സയുടെ കാര്യത്തിലും കുറവുള്ളതായി കാണുന്ന ചികിത്സാവിധികൾ നിശ്ചയമായും
ഛേദിച്ച് കളയപ്പെടണം. അതാണ് എവിഡൻസ് ബേസ്ഡ് മോഡേൺ മെഡിസിൻ. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്നയാഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം.